ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യൂട്രി പാക്കിനെ കുറിച്ച് പറഞ്ഞു. ന്യൂട്രി പാക്കിൻ്റെ ഒരു മെയിൻ ഒരു താരമുണ്ട് കേട്ടോ. റജി ഒരു മിനിറ്റ്. ന്യൂട്രി പാക്കിൻ്റെ ഫുൾ ഇൻചാർജ് റജിക്കാണ്. റജി എൻ്റെ വൈഫാണ്. ഇവിടുത്തെ ഫുൾ ചാർജ് ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് റജിയാണ്. അതുപോലെ തന്നെ ന്യൂട്രി പാക്കിൽ ഉള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവർ സെർവ് ചെയ്യുന്നത് ഉമ്മച്ചേച്ചി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് താരങ്ങൾ കൂടി പരിചയപ്പെടുത്താം. ഹക്കീം ആരോഗ്യം, ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ മെയിൻ മാസ്റ്റേഴ്സ് കേട്ടോ. ഇവരുടെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും അനുഭവിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാണ്. നമ്മൾ ന്യൂട്രി പാക്കിനെ കുറിച്ച് ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് ഐസ് ബാത്ത് ഉണ്ട്, അതുപോലെ തന്നെ സോണ ബാത്ത്, പിന്നെ ഇതിനകത്ത് സ്റ്റീം ബാത്ത് കൂടിയുണ്ട്. നമുക്ക് എന്താണ് ഐസ് ബാത്ത്, എന്താണ് സോണ ബാത്ത്, സ്റ്റീം ബാത്ത് എന്താണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു സംഭവമാണ് നമ്മളുള്ള സോണ ബാത്ത്. സോണ ബാത്ത് എന്ന് പറയുമ്പോൾ ചിലർക്കെല്ലാം അറിയുമായിരിക്കും. സോണ ബാത്ത് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് മൊത്തം ഒരു ഹീറ്റ് റൂമാണ്. ഇതിനകത്ത് മൊത്തം ചൂട് വരും. ഈ ഒരു ബാത്ത് ഡ്രൈ ആയിട്ട് നമുക്ക് ഹീറ്റ് വന്നുകൊണ്ടിരിക്കും ഇതിനകത്തുനിന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ മൂഡ്, ഓരോരുത്തർക്കും ഓരോ കളർ സെലക്ഷൻ ഉണ്ടാവും അല്ലേ. മൂഡ് അനുസരിച്ച് നമ്മുടെ കളർ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കളർ ചേഞ്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് റെഡ് ആണെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീന്, അല്ലെങ്കിൽ വേറെ കളേഴ്സ്, ഇങ്ങനെ നമുക്ക് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഇങ്ങനെ ഓരോ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചില കളർ ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് ഓണാക്കിയാൽ നമുക്ക് ടെമ്പറേച്ചറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് 40-50 ഡിഗ്രി എത്ര വേണമെങ്കിൽ നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സ് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് or 15 മിനിറ്റ്സ് ഇതിനകത്ത് നമ്മൾ ഇരുന്നാൽ നമ്മൾ ശരീരം മൊത്തം സ്വെറ്റാവും. അതുപോലെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇതിനകത്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് ഞാൻ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവർ കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവർ നമ്മുടെ ഫ്ലോർ മാനേജർ സുനി മാഡമാണ്, ഫിറ്റ് പാക്കിൻ്റെ ഫ്ലോർ മാനേജറാണ്. മാഡം ഇതിനെക്കുറിച്ച് ഒന്ന് കാര്യം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് സോണ ബാത്ത്? ഓക്കെ, ദിസ് ഈസ് സോണ ബാത്ത്. ഇതൊരു ഹോട്ട് റൂമാണ്. നമുക്കിതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രൈ ഹീറ്റാണ്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ സോണ ബാത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതോടുകൂടിയിട്ട് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ, അതുപോലെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ, ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മുടെ സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, റിലാക്സേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോണ ബാത്ത് പറയുന്നത്. വെയിറ്റ് ലോസ് സംഭവിക്കും കേട്ടോ. മെയിനായിട്ട് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സോണ ബാത്തിനെ കുറിച്ച് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ആഫ്റ്റർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫിറ്റ് പാക്കിലെ സോണ ബാത്ത് നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും യൂസ് ചെയ്യണം. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ്. ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ സോണ ബാത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത്, ഞാനെന്താ വെച്ചാൽ ഇവരൊരു ഫ്ലോർ മാനേജറും ഫിറ്റ്നസ് കോച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്. ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇത് വന്നിട്ട് നമുക്ക് ഡ്രൈ ഹീറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതിനകത്ത് ഇരിക്കണം. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുൾ സ്വെറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നവരിക്കാൻ നമുക്ക് മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ മൊബൈലിലൊരു ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോയാണ്. അപ്പോൾ എന്തായാലും ഫിറ്റ് പാക്കിൽ വരുന്നവർ നമ്മുടെ സോണ ബാത്ത്, ഐസ് ബാത്ത്, സ്റ്റീം ബാത്ത് എല്ലാം ഒന്ന് ട്രൈ ചെയ്യൂ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും. ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഫിറ്റ്നസ് ലവർ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിച്ചു തരണം. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് നമ്മളുടെ ശരീരത്തിലോട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ആംബിയൻസ് കൂടിയാണ്. അപ്പോൾ ഫിറ്റ് പാക്കിൽ ഇല്ലാത്തവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ ഫിറ്റ് പാക്കുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും.
ഓക്കെ, അടുത്തതായി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു സംഭവമാണ് കേട്ടോ, ഐസ് ബാത്ത്. ഈ ഐസ് ബാത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് നമ്മൾ 250 ലിറ്റർ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കംപ്രസർ ഓണാക്കി നമ്മൾ വെള്ളം ഫിൽട്ടർ വഴിയായിരിക്കും നമ്മൾ വെള്ളം ഇതിനകത്ത് ഫുള്ളായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മളൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഈ വെള്ളം ഫുള്ള് ചില്ലാവും. ഏകദേശം നമുക്ക് ടെമ്പറേച്ചർ നമുക്കതിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു 25 ഡിഗ്രി മുതൽ നമുക്ക് ഏകദേശം 6 ഡിഗ്രി വരെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമുക്ക് 6 ഡിഗ്രിയിലോ നമുക്ക് കടക്കാൻ പറ്റില്ല. നമ്മൾ നോർമലി ഒരു 20, ഒരു 18, ഒരു 16 ഡിഗ്രി വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് കിടക്കാവുന്നതാണ്. ഇതും അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനകത്തുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഫിറ്റ്നസ് ലവേഴ്സിന്, ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർക്ക് മിനിമം മന്ത്ലി ഒരു തവണയെങ്കിലും നമുക്ക് ഐസ് ബാത്ത് ചെയ്യേണ്ടതാണ്. ശരിക്കും പറയുന്നത് സോണ ബാത്ത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഐസ് ബാത്ത്? അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയുന്നത്. നമ്മൾ സോണ ബാത്തിൽ നമ്മളെല്ലാം നമ്മുടെ ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ ഇൻക്രീസിങ് ആണ് സംഭവിക്കുന്നത്. ബ്ലഡ് ഫ്ലോ ആണെന്നുണ്ടെങ്കിലും കാർഡിയോ സിസ്റ്റം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് എല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഐസ് ബാത്തിനകത്തുള്ളത്. നമ്മൾ വർക്കൗട്ടിന് ശേഷം ആഫ്റ്റർ വർക്കൗട്ട് നമുക്ക് മസിൽ ടിയർ സംഭവിക്കും. ആ മസിൽ ടിയറിനെ ഡിക്രീസ് ചെയ്യാൻ, നമ്മുടെ പെയിൻ റിലീഫിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഐസ് ബാത്ത് എന്ന് പറയുന്നത്. 250 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്ത് നമ്മളതിൻ്റെ കംപ്രസർ മോഡിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങി ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു ഗുണം എന്ന് വെച്ചാൽ കൂടെ ആളുണ്ടാവും കേട്ടോ. ഇപ്പൊ നിങ്ങളൊരാള് ഇവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരാളെ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. കൂടെ നിന്ന് അവർക്ക് എന്താ വെച്ചാൽ തണുത്തൊരു സ്ഥലത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ കുറച്ച് നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ ആ ലെവലിലായിരിക്കും നമ്മൾ ഇറക്കുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടികളിപ്പോൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തട്ടിയിട്ടൊക്കെ മുറിഞ്ഞു കഴിയുക അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഐസ് വെക്കുന്ന പതിവാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ഫീലാണ് നമുക്ക് ഈ ഐസ് ബാത്തിനകത്ത് കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മസിൽ സോറസൻസ് ഡിക്രീസ് ചെയ്യാനും ഇൻഫ്ലമേഷൻ ഡിക്രീസ് ചെയ്യാനും പെയിൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐസ് ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ കൂടുതലായിട്ടും ലക്ഷറീസ് ജിമ്മിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എല്ലാ ജിമ്മിലൊന്നും ഇത് ഞാൻ വളരെ റെയറായിട്ട് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ ജിമ്മിൽ പാലക്കാട് നിങ്ങളുടെ ഫിറ്റ് പാക്ക് മെമ്പേഴ്സ് തീർച്ചയായിട്ടും ഇതെല്ലാവരും തന്നെ പരീക്ഷിക്കേണ്ടതാണ്. പലർക്കും അറിയില്ല ഇതിന് ഗുണങ്ങൾ എന്താണെന്നറിയില്ല. ഇത് യൂസ് ചെയ്തിട്ട് പോലുമില്ല പല ആൾക്കാരും. എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ പോലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കേണ്ടതാണ്. ഞങ്ങൾ ആരെങ്കിലും ട്രെയിനേഴ്സ് സുജിത് സാർ ഉണ്ടാവും, ഞാനുണ്ടാവും. ഞങ്ങളുടെ സപ്പോർട്ട് കൂട്ടിയിട്ട് ഞങ്ങളുടെ ഗൈഡൻസോട് കൂട്ടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ഐസ് ബാത്തിൽ പലർക്കും സംശയം ഉണ്ടാവും. ഈ വെള്ളം 250 ലിറ്റർ വെള്ളം നമ്മൾ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗൈൻ അടുത്ത ആൾ കയറുന്ന സമയത്ത് അതേ വെള്ളമല്ലേ യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും പലർക്കും സംശയം. പക്ഷെ ഒരിക്കലല്ല കേട്ടോ. നമ്മൾ 250 ലിറ്റർ വെള്ളം ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് വെള്ളം കളയും. അതിനുശേഷം ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം അഗൈൻ നമ്മളോട് വെള്ളം ഫില്ല് ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ. അതേപോലെ തന്നെ സോണ ബാത്ത് ആണെങ്കിലും ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഡിവിജ്വലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ലാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾ സോണ ബാത്തും പരിചയപ്പെട്ടു, ഐസ് ബാത്തും പരിചയപ്പെട്ടു. ഇനി അടുത്തത് കൊണ്ട് നമുക്ക് സ്റ്റീം ബാത്ത് കൂടിയുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റീം ബാത്തിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഐസ് ബാത്തും സോണ ബാത്തും നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ കാണുന്നത് സ്റ്റീം ബാത്താണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീം ബാത്തിനെ കുറിച്ച് പറഞ്ഞുതരാൻ ഇവിടെ നമ്മുടെ മാഡം നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റീം ബാത്ത്. നമ്മൾ സോണ ബാത്തും കണ്ടിരുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞിരുന്നു നമ്മൾ. അതേപോലെ ഐസ് ബാത്തിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. സ്റ്റീം ബാത്തിനകത്ത് വന്നിട്ട് നമ്മളത് സ്റ്റീം റൂമാണ്. അത് വെറ്റാണ്. ഇതിനകത്തിൽ നിന്നിട്ട് നമുക്ക് വെറ്റ് ഹീറ്റാണ് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബോഡി ക്ലെൻസ് ചെയ്യാൻ നമ്മൾ സ്പായൊക്കെ ചെയ്യുന്ന ആ ഒരു സെയിം ഫീൽഡ് തന്നെയാണ് നമുക്ക് ഇതിനകത്തും ഉണ്ടാവുന്നത്. ഇതേപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബോഡി ക്ലെൻസ് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ ജിമ്മിൽ തന്നെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. പലർക്കും ഇവിടെ എല്ലാ ആൾക്കാരും അധികം ആൾക്കാരും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അവർക്കറിയാം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്, പലർക്കും അറിയാം ഇതിനെ കുറിച്ചിട്ട്. നമ്മൾ ഇന്നുകൊണ്ട് സോണ ബാത്ത്, ഐസ് ബാത്ത്, സ്റ്റീം ബാത്ത് ഇത് മൂന്നും പരിചയപ്പെട്ടു. അത് ചെയ്തതുകൊണ്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് നമുക്ക് മാഡം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൾറെഡി ഫിറ്റ് പാക്ക് മെമ്പേഴ്സിന് എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സോണ ബാത്തോ അല്ലെങ്കിൽ ഐസ് ബാത്തോ സ്റ്റീം ബാത്തോ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഫിറ്റ് പാക്കുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ തൽക്കാലം ബൈ ബൈ.